നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡിസ്പ്ലേ ഡിവൈസ് ആണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ നമുക്കറിയാം, നമ്മൾ പണ്ട് യൂസ് ചെയ്ത കമ്പ്യൂട്ടേഴ്സ്, ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടേഴ്സിനെല്ലാം അറിയാലോ, വലിയ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. അതായത് അതിന് ബാക്കിൽ നല്ലോണം സ്പേസ് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആയിരിക്കും പണ്ട് നമ്മൾ യൂസ് ചെയ്ത കമ്പ്യൂട്ടേഴ്സ് അല്ലേ. സോ അവിടെ നമുക്ക് നല്ല അതായത് അതിന് ഒത്തിരി സ്പേസ് അവിടെ റിക്വയർഡ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റ് നല്ല വെയിറ്റുള്ളതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ പവർ കൺസംഷൻ അതും ഹൈ ആയിരിക്കും. ബട്ട് ഇപ്പോൾ നമുക്ക് വരുന്ന കമ്പ്യൂട്ടേഴ്സ്, നമ്മളെ ലാബിലെ കമ്പ്യൂട്ടേഴ്സൊക്കെ ആയാലും നമുക്ക് നോക്കാം, അതിനെന്താ അത്രയും സ്പേസ് ഉള്ളൂ. അതിൻ്റെ സൈസ് തന്നെ റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട് അല്ലേ. നമുക്കത് ഫ്ലാറ്റ് പാനലായിട്ട് നമുക്കുള്ളത് അല്ലേ. അത്ര മറ്റ് ആദ്യമെല്ലാം ഉണ്ടാകുന്ന കമ്പ്യൂട്ടേഴ്സൊക്കെ നമുക്കറിയാം ബാക്കിൽ പൊന്തിയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ്. ബട്ട് ഇപ്പോൾ അങ്ങനത്തെ കമ്പ്യൂട്ടേഴ്സ് വരുന്നില്ല. ഇപ്പോൾ എല്ലാം എന്നാ, അതായത് അതിൻ്റെതെന്ന് വെച്ചാൽ ഫ്ലാറ്റാണ്. ആ കമ്പ്യൂട്ടറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വലിയ ബാക്കിൽ അത്ര വലിയ സ്പേസ് ഒന്നും നമുക്ക് വേണ്ട, ജസ്റ്റ് ഫ്ലാറ്റ്. നമുക്ക് അതിൻ്റെ വോളിയം കുറവാണ്, അതിനെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും, വെയിറ്റ് കുറവാണ്. അതുപോലെ തന്നെ അതിൻ്റെ പവർ കൺസപ്ഷനും പണ്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വെരി ലോ ആണ്. വീഡിയോ ഡിവൈസസ് ദാറ്റ് ഹാവ് റെഡ്യൂസ്ഡ് വോളിയം, വെയിറ്റ് ആൻഡ് പവർ റിക്വയർമെൻറ്റ് കമ്പയർഡ് ടു CRTs. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് പണ്ട് നമ്മളെ വീടുകളിലുണ്ടായ ടി വിസിനൊക്കെ നമുക്കറിയാം, അത് ഒത്തിരി സ്പേസ് വേണം. ഇന്ന് നമുക്കുള്ള ടി വിസ് എന്താ, നമുക്ക് വേണമെങ്കിൽ വാളിനോട് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടി വിസ്. അത് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതാണ്. പണ്ട് നമ്മൾ യൂസ് ചെയ്ത ടി വിസ് അതിന് ബാക്കിൽ കുറച്ചും കൂടെ സ്പേസ് അത് റിക്വയർ ആണ് അല്ലേ. സോ ഇന്ന് നടക്കുന്ന ടി വിസ് നേരെ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് മീൻസ് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഫ്ലാറ്റ് ആയിട്ടും അത് ലെസ് സ്പേസ് കൺസ്യൂമിങ് ആണ്. അതുപോലെ വെയിറ്റും ലെസ് ആണ്. തിന്നർ ദാൻ CRTസിനെ കമ്പയർ ചെയ്യുമ്പോൾ അത് തിന്നറാണ് അല്ലേ. നമുക്കറിയാം പണ്ട് നമുക്ക് നമ്മളെ വീടുകളിലുണ്ടായ ടി വിസ് ആയാലും പണ്ട് നമ്മൾ സ്കൂൾസിലുണ്ടായ സിസ്റ്റംസ് ആയാലും എന്താണ് കുറച്ച് ഫാറ്റ് മീൻസ് അതിന് നല്ല സ്പേസ് ഉണ്ട്, അതായത് ബാക്കൊക്കെ നല്ല സൈസ് ഉണ്ടായിരുന്നു അല്ലേ. ബാക്കിൽ കുറച്ചും കൂടെ പൊന്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ എല്ലാം തിന്നറായിട്ടുള്ളതാണ് വരുന്നത്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് സ്മോൾ TV monitors, calculators, pocket video games, laptop computers, armrest viewing of movies in airlines, as advertisement boards in elevators, etc. The flat panel displays are divided into two categories. Flat panel display നമ്മൾ രണ്ട് categories ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. First one it is emissive displays and second one it is non-emissive displays. What is emissive displays അല്ലെങ്കിൽ emitters എന്ന് പറയുന്നത്? Are devices that convert electric energy into light. ഏത് ഡിവൈസ് ആണോ ഇലക്ട്രിക് എനർജീനെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ഡിവൈസസിനെ നമ്മൾ എമിസീവ് ഡിസ്പ്ലേസ് അല്ലെങ്കിൽ എമിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് പറയുന്നത് പ്ലാസ്മ പാനൽസ്, തിൻ ഫിലിം ഇലക്ട്രോലൂമിനസെൻറ്റ് ഡിസ്പ്ലേസ് ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഓർ LED are examples of emissive displays. Next one it is non-emissive displays or non-emitters എന്ന് പറയും. It use optical effect to convert sunlight or light from other sources into graphical pattern. ഇവിടെ എന്ത് ചെയ്യും, അതായത് സൺലൈറ്റിനോ അതർ സോഴ്സിനോ ഉള്ള ലൈറ്റിന് എന്താ ഒപ്റ്റിക്കൽ എഫക്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗ്രാഫിക്കൽ പാറ്റേൺ ആയിട്ടായിരിക്കും ഇവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ടാവും. ഇതിനൊരു എക്സാമ്പിളായിട്ട് വരുന്നതാണ് LCD അല്ലെങ്കിൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസ് എന്ന് പറയുന്നത്. സോ നമ്മളീ പറഞ്ഞ ഓരോ emissive ഡിസ്പ്ലേസും അതുപോലെ തന്നെ നോൺ emissive ഡിസ്പ്ലേസിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞു. സോ ഈ എക്സാമ്പിൾസിന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് വർക്കിംഗ് എന്നുള്ളത്. ഫസ്റ്റ് emissive ഡിസ്പ്ലേ ആണ് എന്ത്, പ്ലാസ്മ പാനൽസ്. Plasma panels are also called gas discharge display. Plasma panel നമ്മൾ gas discharge displays എന്ന് പറയും. Are constructed by filling the region between two glass plates with a mixture of gases that usually includes neon. അതിനകത്ത് രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം, രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. സോ ഈ ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് എന്തുണ്ടാവും, ഗ്യാസ് മിക്സ്ചർ ഓഫ് ഗ്യാസ് ഫിൽ ആയിട്ടുണ്ട്. ആ ഗ്യാസിൽ കൂടുതലായിട്ടുള്ളത് നിയോൺസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ എ സീരീസ് ഓഫ് വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺ ഓൺ വൺ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റ് നോക്കി നിങ്ങൾക്കറിയാം ഒരു വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺ അതിൻ്റെ അകത്തുണ്ട്. A series of vertical conductive ribbons is
പ്ലേസ്ഡ് ഇൻ വൺ ഗ്ലാസ് പാനൽ. യെസ്, വൺ ഗ്ലാസ് പാനൽ, അതായത് വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഓരോ ഗ്ലാസ് പാനലിൽ വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസ് ഉണ്ട്. ഓക്കെ, അതായത് വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസ് ആൻഡ് സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ റിബൺസ്. അടുത്ത, അതായത് രണ്ട് ഗ്ലാസ് പാനലാണ് ഉള്ളത്. ഫസ്റ്റ് ഗ്ലാസ് പാനൽ ഇത്, സെക്കൻഡ് ഗ്ലാസ് പാനൽ ഇത്. ഓക്കെ, സോ ഒരു ഗ്ലാസ് പാനലിൽ വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഗ്ലാസ് പാനൽ എന്താണ്, വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസ് ആണുള്ളത്. സെക്കൻഡ് ഗ്ലാസ് പാനലോ സെറ്റ് ഓഫ് ഹൊറിസോണ്ടൽ റിബൺസ്. ഇതാ സെക്കൻഡ് ഗ്ലാസ് പാനൽ ഹൊറിസോണ്ടൽ റിബൺസ് ആണ് ഉള്ളത്. ഓക്കെ ഓക്കെ ഇൻ അതർ ഗ്ലാസ് പാനൽ, അതായത് ഇവിടെ എന്താ ഉള്ളത്, ഒരു പ്ലാസ്മ പാനലിൽ ഫസ്റ്റ് രണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട്. ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസും രണ്ട് ഗ്ലാസ് പ്ലേറ്റിലും കണ്ടക്ടേഴ്സ് ഉണ്ട്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ എന്തായിരിക്കും, വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസും അത് ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ കണ്ടക്റ്റിംഗ് റിബൺസും ഉണ്ടാവാം. സോ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസ് എന്തിൻ്റെ അകത്ത്, നിയോൺ ഇൻക്ലൂഡ് ചെയ്ത ഒരു ഗ്യാസ് ഉണ്ട്, ഗ്യാസ് മിക്സ്ചർ ഉണ്ടാവും. ഓക്കെ ഓക്കെ ഫയറിംഗ് വോൾട്ടേജ് അപ്ലൈഡ് ടു എ പെയർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ്. അതായത് വോൾട്ടേജസ്, ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും, വോൾട്ടേജസ് അപ്ലൈ ചെയ്യും. ഇറ്റ് കോസസ് ദ ഗ്യാസ് അറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു കണ്ടക്ടേഴ്സ്. ഈ രണ്ട് കണ്ടക്ടേഴ്സിന് ഇൻ്റർസെക്ഷൻ എടുക്കുന്ന ഗ്യാസ് ഇറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺ. യെസ്, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് നമ്മൾ വോൾട്ടേജസ് അപ്ലൈ ചെയ്യും. സോ ഇതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ള ഗ്യാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് എന്ത് ചെയ്യും, ആ ഗ്യാസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇറ്റ് ഫോം ഇൻ ടു ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, alternating current methods are used to provide faster application of firing voltage and thus brighter displays. One disadvantage of plasma panel has been that they were strictly monochromatic device. അത് സ്ട്രിക്ട്ലി മോണോക്രോമാറ്റിക് ഡിവൈസ് ആണ്. അതാണ് പ്ലാസ്മ പാനലിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. എന്താ മോണോക്രോമാറ്റിക് ലൈറ്റ് മീൻസ് ഇറ്റ് പ്രൊഡ്യൂസ് ഓൺലി വൺ കളർ ലൈറ്റ്. യെസ്, ഇവിടെ എന്താ ചെയ്യുന്നത്, അതായത് ഇവിടെ പ്ലാസ്മ പാനലിൽ രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. ആ ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ അകത്ത് ഒന്നിൻ്റെ അകത്ത് വെർട്ടിക്കൽ റിബൺസും കണ്ടക്റ്റിംഗ് റിബൺസും അതുപോലെ തന്നെ രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. രണ്ട് ഗ്ലാസ് പ്ലേറ്റ്സിലായിട്ട് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഒന്നിൻ്റെ അകത്ത് എന്ത് ചെയ്യും, വെർട്ടിക്കൽ കണ്ടക്റ്റിംഗ് റിബൺസും അടുത്തിൻ്റെ അകത്ത് ഹൊറിസോണ്ടൽ കണ്ടക്റ്റിംഗ് റിബൺസും ഉള്ളത്. സോ ഇൻ ബിറ്റ്വീൻ ദിസ് ഗ്ലാസ് പ്ലേറ്റ് അവിടെ എന്തുണ്ടാവും, നിയോൺ ഗ്യാസിൻ്റെ മിക്സ്ചർ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ കണ്ടക്ടേഴ്സിൽ എന്ത് പാസ് ചെയ്യും, വോൾട്ടേജ് പാസ് ചെയ്യും. സോ ഈ വോൾട്ടേജ് പാസ് ചെയ്യുമ്പോൾ ഈ കണ്ടക്ടേഴ്സിന് ഇൻ്റർസെക്ഷനിൽ വരുന്ന ഗ്യാസ് എന്ത് ചെയ്യും, ഗ്യാസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്തായിട്ട് ഗ്ലോയിങ് പ്ലാസ്മ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് വൺ കളർ ലൈറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തിൻ ഫിലിം ഇലക്ട്രോലൂമിനിസെൻറ്റ് ഡിസ്പ്ലേസ്. The difference of thin film electroluminescent display from plasma panel is that the region between the glass plate is filled with a phosphor such as zinc sulfate topped with manganese. Yes, thin film electroluminescent display നമ്മൾ പ്ലാസ്മ പാനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ the difference between them is, ഇവിടെ നമ്മൾ ഗ്ലാസ് പ്ലേറ്റ്സിന് ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ പറഞ്ഞു, പ്ലാസ്മ പാനലിൽ ഗ്ലാസ് പ്ലേറ്റിൻ്റെ ബിറ്റ്വീൻ ആയിട്ട് അവിടെ ഗ്യാസ് മിക്സ്ചർ ഓഫ് നിയോൺ ഗ്യാസാണ് ഉള്ളത്. ഇവിടെ എന്നുള്ളത് ഗ്ലാസ് പ്ലേറ്റ്സിന് ബിറ്റ്വീൻ ആയിട്ട് ഒരു ഫോസ്ഫർ ഉണ്ടാവുക. ബിറ്റ്വീൻ ദ ഗ്ലാസ് പ്ലേറ്റ്സ് ഈസ് ഫിൽഡ് വിത്ത് എ ഫോസ്ഫർ സച്ച് ആസ് എന്തൊക്കെ, സിങ്ക് സൾഫേറ്റ് ടോപ്പ് വിത്ത് മാഗ്നീസ്. ഓക്കെ, വെൻ എ sufficiently high voltage is applied to a pair of crossing electrodes നമ്മൾ ഹൈ വോൾട്ടേജ് പാസ് ചെയ്താൽ a phosphor becomes a conductor in the area of the intersection of two electrodes. ഫോസ്ഫർ എന്ത് ചെയ്യും, കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ഇൻ്റർസെക്ഷൻ്റെ അവിടെയുള്ള ഫോസ്ഫർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ദെൻ ഇലക്ട്രിക്കൽ എനർജി ഈസ് ദെൻ absorbed by the manganese atom. അതായത് മാഗ്നീസ് ആറ്റം ഈ ഇലക്ട്രിക്കൽ എനർജി അബ്സോർബ് ചെയ്യും, which then release the energy as a spot of light. Yes,
ഇതെന്ത് ചെയ്യും, ഈ എനർജീനെ അതായത് മാഗ്നീസ് ഇലക്ട്രിക്കൽ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ഈ എനർജി, അതായത് ഈ ഇലക്ട്രിക്കൽ എനർജീനെ എന്ത് ചെയ്യും, അതൊരു സ്പോട്ട് ഓഫ് ലൈറ്റ് ആയിട്ട് അത് എമിറ്റ് ചെയ്യും. സിമിലർ ടു ദ ഗ്ലോയിങ് പ്ലാസ്മ എഫക്റ്റ് ഇൻ പ്ലാസ്മ പാനലിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലോയിങ് പ്ലാസ്മ എഫക്റ്റ് പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, മാഗ്നീസ് ആറ്റം ഈ ഇലക്ട്രിക്കൽ എനർജീനെ അബ്സോർവ് ചെയ്തിട്ടാകുമ്പം ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ തിൻ ഫിലിം ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേയിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പിക്ചേഴ്സ് വിസിബിൾ ആവുന്നത്. ഓക്കെ, ഡിഫറൻസ് എന്ന് പറയുന്നത് പ്ലാസ്മ പാനലുമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് പാനലിൽ നമ്മൾ നിയോൺ ഗ്യാസിൻ്റെ മിക്സ്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഫോസ്ഫറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോസ്ഫർ ദാറ്റ് ഈസ് വിത്ത് സിങ്ക് സൾഫേറ്റ് ഡോപ്ഡ് വിത്ത് മാഗ്നീസ്. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, ഇലക്ട്രോഡിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ഇവന്ത് ചെയ്യും, നമ്മളെ ഫോസ്ഫർ കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. ദെൻ അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിക്കൽ എനർജി, അതിൻ്റെ അകത്തുള്ള ഇലക്ട്രിക്കൽ എനർജീനെ ആര് അബ്സോർവ് ചെയ്യും, നമ്മൾ മാഗ്നീസ് ആറ്റം അബ്സോർവ് ചെയ്യും. മാഗ്നീസ് ആറ്റം അബ്സോർവ് ചെയ്തിട്ട് എന്നിട്ട് എന്താ റിലീസ് ചെയ്യും, ഒരു സ്പോട്ട് ഓഫ് ലൈറ്റ് റിലീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേ റിക്വയർ മോർ പവർ ദാൻ പ്ലാസ്മ പാനലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒത്തിരി പവർ റിക്വയർ ആണ്. അതുപോലെ തന്നെ ഗുഡ് കളർ ആൻഡ് ഗ്രേ സ്കെയിൽ ഡിസ്പ്ലേസ് ആ ഹാർഡ് ടു അച്ചീവ്, നല്ല കളേഴ്സും അച്ചീവ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് ഇലക്ട്രോലുമിനസെൻറ്റ് ഡിസ്പ്ലേൻ്റെ ഡിസഡ്വാൻറ്റേജ്. ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഓർ LED. In the light emitting diode, a matrix of diode is arranged to form a pixel positions in the display. ഡിസ്പ്ലേയിൽ ഓരോ പിക്സൽ പൊസിഷനിലും ഒരു മെട്രിക്സ് ഓഫ് ഡയോഡ്സ് ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഈ പിക്സൽ പൊസിഷൻ എടുത്താൽ അവിടെ ഡയോഡ്സ് ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് പിക്ചർ ഡെഫിനിഷൻ, ഇവിടെ പിക്ചർ ഡെഫിനിഷന് എവിടുത്തെ ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്, റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓരോ പിക്സലിലും ഒരു മെട്രിക്സ് ഓഫ് ഡയോഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ പിക്ചർ ഡെഫിനിഷൻ, LED കേസിൽ പിക്ചർ ഡെഫിനിഷന് എന്തായിട്ട് എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മൾ CRTയിൽ സ്കാൻ ലൈൻ റിഫ്രഷിങ് CRT പഠിച്ചത്. അവിടെ എങ്ങനെയാണ് സ്കാൻ ലൈൻ റിഫ്രഷിങ് CRTയിൽ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, അതായത് പിക്ചർ ഡെഫിനിഷന് ഇൻറ്റൻസിറ്റി ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ റിഫ്രഷ് ബഫറിൽ. ഓക്കെ, സെയിം അതുപോലെ തന്നെ ഇവിടെയും സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ റിഫ്രഷ് ബഫറിൽ ഇൻറ്റൻസിറ്റി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പിക്ചർ ഡെഫിനിഷനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ആസ് എ സ്കാൻ ലൈൻ റിഫ്രഷിങ് ഓഫ് എ CRT, the information is read from the refresh buffer. Yes, information refresh buffer എന്ന് റീഡ് ചെയ്തിട്ട് then it convert to voltage level. എന്നിട്ട് ഈ ഇൻഫോർമേഷനെ വോൾട്ടേജ് ലെവലായിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഈ വോൾട്ടേജ് ലെവലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് എവിടത്തേക്ക് അപ്ലൈ ചെയ്തും, ഡയോഡ്സിലേക്ക് അപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മൾ പറഞ്ഞു ഓരോ പിക്സൽ പൊസിഷനിലും ഡയോഡ്സിൻ്റെ മെട്രിക്സ് ഉണ്ട് അല്ലേ. സോ ഈ ഡയോഡ്സ് എന്ത് ചെയ്യും, ലൈറ്റ് എമിറ്റ് ചെയ്യും. സോ നമുക്ക് എന്ത് ചെയ്യും, ലൈറ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. സോ ഇങ്ങനെയാണ് LED വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് LED കേസിൽ ഓരോ പിക്സൽ പൊസിഷൻ എടുത്താലും അവിടെ ഡയോഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പിക്ചറിൻ്റെ ഡെഫിനിഷൻ റിഫ്രഷ് ബഫറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ മുന്നേ പഠിച്ച സ്കാൻ ലൈൻ CRTയിലെ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഇൻഫോർമേഷൻസ്, അതായത് റിഫ്രഷ് ബഫറിന് ഇൻഫോർമേഷൻ റീഡ് ചെയ്ത് അതിനെ ഇത് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ദെൻ ഈ വോൾട്ടേജ് നമ്മൾ എവിടത്തേക്ക് അപ്ലൈ ചെയ്യും, നമ്മൾ ഡയോഡിലേക്ക് അപ്ലൈ ചെയ്യും. സോ ഡയോഡ് ലൈറ്റ് പാറ്റേൺസ് എമിറ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ, എക്സാമ്പിൾ ഫോർ non-emissive display, that is LCD, liquid crystal displays or LCD. LCDs are commonly used in small systems such as calculators and portable laptop computers. കാൽക്കുലേറ്റേഴ്സിലും പോർട്ടബിൾ ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സിലുമാണ് എന്ത് യൂസ് ചെയ്യുന്നത്, LCD യൂസ് ചെയ്യുന്നത്. ദ non-emissive deviceൻ്റെ ഒരു എക്സാമ്പിളാണ് LCD. ദ non-emissive device produces a picture by passing polarized light from the surroundings or from an internal light source. Yes, ഇവിടെ എന്ത് ചെയ്യും, പോളറൈസ്ഡ് ലൈറ്റ്, ഒന്നിക്കൽ സറൗണ്ടിങ്സിലുള്ള പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളറൈസ്ഡ് ലൈറ്റിന് നമ്മൾ ഇതിലൂടെ പാസ് ചെയ്യും, ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യും.
that can be aligned to either block or transmit the light. ഓക്കെ, അങ്ങനെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അതായത് പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്തിട്ടാണ് ഇവിടെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ് പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്? പോളറൈസ്ഡ് ലൈറ്റ് മീൻസ് ദ ലൈറ്റ് ദാറ്റ് ഓസിലേറ്റ്സ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഓസിലേറ്റ് ചെയ്യുന്ന ലൈറ്റിനെ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലൈറ്റ് പോളറൈസേഷൻ എന്ന് പറയുന്നത് അത് ലൈറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഡിപിക്സ് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ലൈറ്റ് വേവ്സ് ദാറ്റ് ഡിപിക്സ് ദ ഡയറക്ഷൻ ഓഫ് ഓസിലേഷൻ. ഓസിലേഷൻ്റെ ഡയറക്ഷൻ ഡിപിക്റ്റ് ചെയ്യുന്ന ഒരു ലൈറ്റ് പ്രോപ്പർട്ടിയാണ് ലൈറ്റ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. അതായത് ലൈറ്റ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഓസിലേറ്റ്സ് ചെയ്യും, വൈബ്രേറ്റ്സ്. ഓക്കെ, ദ പോളറൈസ്ഡ് ലൈറ്റ് വൈബ്രേറ്റ്സ് ഓസിലേറ്റ്സ് ഇൻ ഓൺലി വൺ ഡയറക്ഷൻ. ഒന്ന് വൈബ്രേറ്റ്സ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുക, ഒരു ഡയറക്ഷനിൽ മാത്രമേ ഓസിലേറ്റ് ചെയ്യുള്ളൂ പോളറൈസ്ഡ് ലൈറ്റ്. ഓക്കെ, the term liquid crystal refers to the fact that these components have a crystalline arrangement. Yes, ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അതായത് ഈ ഒരു കമ്പോണൻറ്റിൽ, അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്പോണൻറ്റിൽ ഒരു ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് മോളിക്യൂൾസ് ഉള്ളത്. എന്താ ഈ ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് മോളിക്യൂൾസിന് നമ്മൾ ഓർഡേർഡ് ആയിട്ടായിരിക്കും, എല്ലാവരും ഒരുമിച്ചിട്ട് ഓർഡേർഡ് ആയിട്ടായിരിക്കും അതിനെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. എല്ലാ മോളിക്യൂൾസിനും ഒരുമിച്ചിട്ട് ഓർഡേർഡ് ആയിട്ട് ഒരു 3D അറേഞ്ച്മെൻറ്റിലേക്ക് അവിടെ വെച്ചിട്ടുണ്ടാവാം. അതാണ് ക്രിസ്റ്റലൈൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതായത് എല്ലാവരും ഒരുമിച്ചിട്ട് ഒരു ഓർഡറിൽ ഒരു 3D അറേഞ്ച്മെൻറ്റിലായിരിക്കും മോളിക്യൂൾസ് അവിടെ ഉണ്ടാവാം. എറ്റ് എ ഫ്ലോ ലൈക്ക് ലിക്വിഡ്, അതുപോലെ തന്നെ അത് ഒരു ലിക്വിഡായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അതായത് മോളിക്യൂൾസിനൊക്കെ ഒരുമിച്ചിട്ട് ഒരു ഓർഡേർഡ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അത് 3D അറേഞ്ച്മെൻറ്റ് പോലെ ഉണ്ടാവുക. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ മോളിക്യൂൾസ് ലിക്വിഡ് പോലെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് കോമൺലി യൂസ് ത്രെഡ് ലൈക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ കോമ്പൗണ്ട്സ്. 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഈച്ച് കണ്ടെയ്നിങ് ലൈറ്റ് പോളറൈസർ. 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ടാവും. ആ 2 ഗ്ലാസ് പ്ലേറ്റ്സിലും ലൈറ്റ് പോളറൈസർ ഉണ്ടാവും അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ അതർ ഗ്ലാസ് പ്ലേറ്റ്. ഓക്കെ, സാൻഡ്വിച്ച് ദ ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽസ്. ഇതിൻ്റെ നടുക്കായിട്ട് എന്ത് ചെയ്യും? ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയൽ സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട്. സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ മീൻസ് സാൻഡ്വിച്ചിൽ നമ്മൾ നടുക്ക് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ വെക്കൂലേ? അതായത് എന്താണോ അതിൻ്റെ അകത്ത് രണ്ട് ബ്രെഡ് പീസാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് വെക്കൂലേ? ക്യാബേജ്, അങ്ങനെ ഒത്തിരി വെജിറ്റബിൾസും പിന്നെ മീറ്റ്സൊക്കെ വെക്കൂലേ? സോ അതുപോലെ അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇതിൻ്റെ 2 പോളറൈസറിൻ്റെ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, റോസ് ഓഫ് ഹൊറിസോണ്ടൽ ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സ് ആർ ബിൽഡ് ഇൻ ടു വൺ ഗ്ലാസ് പ്ലേറ്റ്. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അതർ ഗ്ലാസ് പ്ലേറ്റിൽ എന്തുണ്ടാവും? കോളംസ് ഓഫ് വെർട്ടിക്കൽ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ഹൊറിസോണ്ടൽ ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടേഴ്സും അനദർ ഗ്ലാസ് പ്ലേറ്റിൽ വെർട്ടിക്കൽ കണ്ടക്ടേഴ്സും ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, നമ്മൾ നേരത്തെ കാണുന്ന പോലെ തന്നെ. ദെൻ ദ ഇൻ്റർസെക്ഷൻ ഓഫ് 2 കണ്ടക്ടേഴ്സ് ഡിഫൈൻസ്. യെസ്, ഈ 2 കണ്ടക്ടേഴ്സിന് ഇൻ്റർസെക്ഷനാണ് ഒരു പിക്സൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി ദ മോളിക്യൂൾസ് ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ഓൺ സ്റ്റേറ്റ്. മോളിക്യൂൾസ് ഓൺ സ്റ്റേറ്റിലായിരിക്കും പൊതുവേ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. ദെൻ പോളറൈസ്ഡ് ലൈറ്റ് ത്രൂ ദ മെറ്റീരിയൽ. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലൈറ്റ് പോളറൈസർ ഉണ്ട്. അതായത് 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. സോ അതിൻ്റെ അകത്ത് ഓരോ ഗ്ലാസ് രണ്ടിൻ്റെ അകത്തും ഒരു ലൈറ്റ് പോളറൈസർ ഉണ്ടാവും. സോ പോളറൈസ്ഡ് ലൈറ്റ് പാസിങ് ത്രൂ ദ മെറ്റീരിയൽ. അതായത് ഈ പോളറൈസ്ഡ് ലൈറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താ? അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്യുമ്പം ഇറ്റ് ഈസ് ട്വിസ്റ്റഡ്. ആ ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യും സോ ദാറ്റ് ഇറ്റ് വിൽ പാസ് ത്രൂ ദ ഓപ്പോസിറ്റ് പോളറൈസർ. അതായത് ഒരു പോളറൈസർ എന്നുള്ള പോളറൈസ്ഡ് ലൈറ്റ് ലിക്വിഡ് ക്രിസ്റ്റൽ മെറ്റീരിയലിലൂടെ പാസ് ചെയ്ത് അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഓപ്പോസിറ്റ് പോളറൈസിലേക്ക് അത് പാസ് ചെയ്യും. ഓക്കെ, ദ ലൈറ്റ് ഈസ് ദെൻ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പാസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഈസ് ദെൻ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എസ്. അവിടുന്ന് ലൈറ്റ് എന്ത് ചെയ്യും? വ്യൂവേഴ്സിന് റിഫ്ലക്റ്റ് ചെയ്യണം. അതായത് പോളറൈസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് ലിക്വിഡ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് ട്വിസ്റ്റ് ചെയ്യും. ആ ലിക്വിഡ് ക്രിസ്റ്റൽ ട്വിസ്റ്റ് ചെയ്തിട്ട് അത് എവിടത്തേക്ക് പാസ് ചെയ്യും? അടുത്ത ഓപ്പോസിറ്റുള്ള പോളറൈസിലേക്ക് പാസ് ചെയ്യും. സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യും? അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യും. ലൈറ്റ് ഈസ് ദെൻ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ഈ ഒരു ടൈം ലൈറ്റ് വ്യൂവേഴ്സിന് റിഫ്ലക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ടു ടേൺ ഓഫ് ദ പിക്സൽ, ഈ പിക്സൽ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്ലൈ എ വോൾട്ടേജ് ടു ടു ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടേഴ്സ്. രണ്ട് ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടേഴ്സിൻ്റെ അടുക്ക ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാം. ടു അലൈൻ ദ മോളിക്യൂൾ സോ ദാറ്റ് ദ ലൈറ്റ് ഈസ് നോട്ട് ട്വിസ്റ്റഡ്. യെസ്, അതായത് നമ്മൾ ഈ പിക്സലിനെ ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടേഴ്സിലേക്ക് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. സോ ദാറ്റ് എന്ത് ചെയ്യും, നമ്മൾ ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, അതായത് മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യുക. എങ്ങനെ ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യാതിരിക്കുന്ന മെത്തേഡിൽ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു മോളിക്യൂൾസിനെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു സ്ട്രക്ചർ അറേഞ്ച് ചെയ്ത്. സോ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും മോളിക്യൂൾസിനെ. അങ്ങനെ അറേഞ്ച് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ലൈറ്റ് നമ്മൾ ഈ പോളറൈസറിൽ നിന്ന് പാസ് ചെയ്യുന്ന ലൈറ്റ് ട്വിസ്റ്റ് ചെയ്യില്ല. സോ അങ്ങനെ എന്ത് ചെയ്യും, ആ മോളിക്യൂൾസിനെ അലൈൻ ചെയ്ത് വെക്കും. ഓക്കെ, സോ അതിനുള്ള വോൾട്ടേജ് എവിടത്തേക്ക് പാസ് ചെയ്യും, ഇൻ്റർസെക്റ്റിംഗ് കണ്ടക്ടേഴ്സിലേക്ക് പാസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ടേൺ ഓഫ് ചെയ്യുന്നത്, ലൈറ്റിനെ ടേൺ ഓഫ് ചെയ്യുന്നത്. ഓക്കെ, then this type of flat panel device is referred to as passive matrix LCD. ഇതിനെ passive matrix LCD എന്നാണ് പറയുന്നത്. Then another method for constructing LCDs is to place a transistor at each pixel location. ഓരോ പിക്സൽ ലൊക്കേഷനിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസിസ്റ്റർ പ്ലേസ് ചെയ്യാം യൂസിങ് എ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ടെക്നോളജി. തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഓരോ പിക്സൽ ലൊക്കേഷനിലും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രാൻസിസ്റ്ററിനെ പ്ലേസ് ചെയ്യാം. ദെൻ ദ ട്രാൻസിസ്റ്റർ ഈസ് യൂസ് ടു കൺട്രോൾ ദ വോൾട്ടേജ് അറ്റ് പിക്സൽ ലൊക്കേഷൻ. ഈ പിക്സൽ ലൊക്കേഷനിലെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ യൂസ് ചെയ്യാം. ആൻഡ് ടു പ്രിവെൻറ്റ്, ആൻഡ് ഇതെന്ത് ചെയ്യും, എന്തിനും കൂടെ പ്രിവെൻറ്റ് ചെയ്യും, ഇറ്റ് പ്രിവെൻറ്റ് ചാർജ് ഫ്രം ഗ്രാജുവലി ലീക്കിംഗ് ഔട്ട് ഓഫ് ദ ലിക്വിഡ് ക്രിസ്റ്റൽ സെൽസ്. ലിക്വിഡ് ക്രിസ്റ്റൽ സെൽസിൻ്റെ അതിനുള്ള ചാർജ് ലീക്ക് ചെയ്യുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസ്, ഈ ടൈപ്പ് ഓഫ് ഡിവൈസസിനെ നമ്മൾ പറയുന്ന ആക്റ്റീവ് മെട്രിക്സ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ടൈപ്പ് ഓഫ് മെട്രിക്സ് ഡിവൈസ് നമ്മൾ ആക്റ്റീവ് മെട്രിക്സ് ഡിസ്പ്ലേസ് എന്ന് പറയും. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു പിക്ചർ ഇത് ഒരു 2 ഗ്ലാസ് പ്ലേറ്റ്സ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു പോളറൈസേഴ്സ് ഉണ്ട് അല്ലേ, അതായത് ഒരു ഗ്ലാസ് പ്ലേറ്റിലൊരു പോളറൈസർ, ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഒരു പോളറൈസർ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടർ ഉണ്ട്, അതായത് വെർട്ടിക്കലായിട്ട് വെച്ചൊരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടറും അതിൻ്റെ ഓപ്പോസിറ്റിൽ അത് ഹൊറിസോണ്ടലായിട്ട് വെച്ചൊരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടറും അതിൻ്റെ ഓപ്പോസിറ്റിൽ നോക്കിയാൽ വെർട്ടിക്കലായിട്ട് വെച്ചൊരു ട്രാൻസ്പെറൻറ്റ് കണ്ടക്ടറും കാണും. ദെൻ ഇതിൻ്റെ മുകളിൽ എന്തുണ്ട്, ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ട്, നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽസ് ഉണ്ടാവും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, അതായത് പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റലിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ത് ചെയ്യും, അവിടെ ട്വിസ്റ്റ് ചെയ്യും, ലൈറ്റിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് എവിടത്തേക്ക് പാസ് ചെയ്യും, അടുത്ത പോളറൈസറിലേക്ക് പാസ് ചെയ്യും. സോ ആ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യും, വോൾട്ടേജ്, അതായത് ഈ കണ്ടക്ടേഴ്സിൽ നമ്മൾ വോൾട്ടേജ് ഈ കണ്ടക്ടേഴ്സിൽ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എങ്ങനെയാണ്, അതായത് ഈ നമ്മളെ നേരത്തെ പറഞ്ഞ ലിക്വിഡ് ക്രിസ്റ്റലാണ് എന്ത് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുന്നത് അല്ലേ, ലൈറ്റിനെ ട്വിസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ എവിടത്തേക്ക് അടുത്ത പോളറൈസറിലേക്ക് എത്തുന്നത്. നമ്മളൊരു ഹൈ വോൾട്ടേജ് ഈ കണ്ടക്ടേഴ്സിലേക്ക് അപ്ലൈ ചെയ്താൽ, നേരത്തെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഓൺ സ്റ്റേറ്റിലാണ്, ദെൻ എങ്ങനെയാണ് ഓഫ് സ്റ്റേറ്റിലാക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ കണ്ടക്ടേഴ്സിൽ നമ്മൾ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇവിടെ നോക്കുക, അവിടെ ലിക്വിഡ് ക്രിസ്റ്റലിനെ അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതായത് ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ ലൈറ്റ് ഓപ്പോസിറ്റ് പോളറൈസിലേക്ക് പാസ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ട്വിസ്റ്റ് ചെയ്യാൻ പാടില്ല. ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടത്തേക്ക് നെക്സ്റ്റ് പോളറൈസിലേക്ക് പാസ് ചെയ്യുന്നത്. സോ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ലിക്വിഡ് ക്രിസ്റ്റലിനെ അറേഞ്ച് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഓഫ് സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേനെ കുറിച്ചിട്ട് പറയാനുള്ളത്. താങ്ക് യു.